അനുഗ്രഹമായ സന്ധ്യാസമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി നമുക്കൊന്നിച്ച് മാറ്റമില്ലാത്ത ദൈവവചനത്തിന് മുമ്പാകെ ഇപ്രകാരമായിരിക്കാൻ ദൈവം ഒരവസരം കൊണ്ട് നൽകിയത് ഓർത്തോ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ സന്ധ്യാസമയം ദൈവവചനത്തിന് മുമ്പാകെ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർദീസിലെ സഭയോടുള്ള ബന്ധത്തിൽ ചിന്തിച്ച് അത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അവസാന ഭാഗത്താണോ നാം നിൽക്കുന്നത്? സർദീസിലെ സഭയോടുള്ള സന്ദേശം. അതിൻ്റെ അവസാനത്തെ ചില വാക്യങ്ങളിലൂടെ അവശേഷിക്കുന്നുണ്ട്. അത് പൂർത്തീകരിച്ചിട്ടോ ഫിലദൽഫിയ സഭയ്ക്കുള്ള സന്ദേശം പ്രധാനമായും ഇന്ന് ചിന്തിപ്പാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. പ്രാരംഭമായി നമുക്ക് 3-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കും. വെളിപ്പാട് 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ. എങ്കിലും മുടുക്കുമലിനമാകാതെ കുറെ പേര് സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ളം ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയെടുപ്പ് ധരിക്കും. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുൻപിലും അവന്റെ പേരേറ്റ് പറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നാം 4-ാം വാക്യം നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത ഒരു കൂട്ടം സർദീസിൽ സഭയിലുണ്ട്. അതിനു മുമ്പ് നാം ചിന്തിച്ചതായ, അല്ലെങ്കിൽ ഈ 4-ാം വാക്യത്തിന് മുകളിലുള്ളതായ കാര്യങ്ങളെല്ലാം സർദീസിലെ സഭയുടെ പോരായ്മകളെ കുറിച്ച് ദൈവാത്മാവ് വിളിച്ചു പറയുകയായിരുന്നു. അവരറിയാതെ തന്നെ, അല്ലെങ്കിൽ അവർ നടിച്ചിരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണോടുകൂടി അവൻ സഭയെ നോക്കിയപ്പോൾ കാണുന്ന ചിത്രം വളരെ വികൃതമാണ്, അല്ലെങ്കിൽ വളരെ പരിതാപകരമായ അവസ്ഥയാണ്, ഗുരുതരാവസ്ഥയാണ് എന്നുള്ളത് ദൈവാത്മാവ് സഭയെ അറിയിക്കുകയായിരുന്നു. എന്നാൽ ആ അവസ്ഥയിലും, അല്ലെങ്കിൽ ആ ഗുരുതരമായ അവസ്ഥയിൽ സഭയായിരിക്കുമ്പോഴും ആ സഭയിൽ ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം വിശ്വാസികൾ ഉടുപ്പ് മലിനമാകാതെ, അല്ലെങ്കിൽ ദുർനടപ്പിൻ്റെതായ ശ്രുതിയിലേക്ക് പോകാതെ, ദുർനടപ്പിൻ്റെതായ സ്വാധീനമില്ലാതെ, വിശ്വാസത്യാഗം സംഭവിക്കാതെ, കർത്താവായ യേശുക്രിസ്തുവുമായുള്ളതായ ബന്ധത്തിൽ, അല്ലെങ്കിൽ പിതാവായ ദൈവം സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിൽ തന്നെ ഒരു കൂട്ടം വിശ്വാസികൾ നിൽക്കുന്നുണ്ട്. അവരെ ശ്ലാഘിച്ചുകൊണ്ട്, പ്രശംസിച്ചുകൊണ്ടാണ് ഈ 14-ാം വാക്യം നിൽക്കുന്നത്. ഉടുപ്പ് മലിനമാകാത്ത ഒരു കൂട്ടം ആളുകൾ നാം ചിന്തിച്ചു കഴിഞ്ഞ വാക്യമാണ്. എന്നാൽ അതിനുശേഷമായിട്ട് 5-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. വെള്ള ധരിച്ചതുകൊണ്ട് യോഗ്യന്മാരാവുകയല്ല. വെള്ളവസ്ത്രം ധരിച്ചാൽ യോഗ്യന്മാരാകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല. യോഗ്യന്മാരായതുകൊണ്ട് വെള്ളവസ്ത്രം ധരിക്കുകയാണ്. രണ്ടും രണ്ടവസ്ഥയാണ്. അപ്പോൾ വെള്ള അല്ലെങ്കിൽ വെളുപ്പ്, വെണ്മ എന്നുള്ളത്, ശുഭ്രമായ വെള്ളവസ്ത്രം എന്നുള്ളതൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ നാം കൂടെ കൂടെ കാണുന്ന പ്രയോഗമാണ്. വേദശാസ്ത്രികൾ പൊതുവെ ഈ വെള്ള എന്നുള്ളതിനോടുള്ള ബന്ധത്തിൽ പറയുന്നത് സ്വർഗത്തിലെ യൂണിഫോം വെള്ളയാണെന്ന്. കാരണം അങ്ങനെ ചിന്തിക്കാൻ കുഴപ്പമുള്ള കാര്യമല്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന സ്വർഗത്തിലെ സീനുകളിലെല്ലാം വെള്ളവസ്ത്രം ധരിച്ച വലിയൊരു പുരുഷൻ, വെള്ളവസ്ത്രം ധരിച്ച മൂപ്പന്മാർ, വെള്ള അങ്കി അണിഞ്ഞതായ വിശുദ്ധന്മാർ, ഇങ്ങനെ വെള്ള എന്നുള്ളതായ പ്രയോഗം ആവർത്തിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മറുരൂപമലയിലെ പ്രത്യക്ഷതയിൽ അവന്റെ വസ്ത്രം വളരെ വെണ്മയുള്ളതായിട്ട് ശിഷ്യന്മാർ, കൂടെ ഉണ്ടായിരുന്ന പത്രോസും യാക്കോബും യോഹന്നാനും കണ്ടു എന്നവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മറുരൂപമലയിൽ കർത്താവായ യേശുക്രിസ്തുവിന് രൂപാന്തരം സംഭവിക്കുമ്പോൾ അവന്റെ വസ്ത്രത്തിന്റെ വെണ്മ ഈ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു. എന്നാൽ ഈ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ഈ വെള്ള എന്നീ പറയുന്നത് നാം ഈ ധരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ധരിക്കുന്ന വെളുപ്പല്ല, ഇതിനേക്കാൾ കൂടിയതാണ്. വെണ്മ അല്ലെങ്കിൽ സ്വർഗത്തിലെ വെളുപ്പ് എന്ന് പറയുന്ന വെള്ളവസ്ത്രം എന്ന് പറയുന്നത് നാം ധരിക്കുന്ന, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് നെയ്ത്തുകാർ നെയ്തെടുത്തിരിക്കുന്ന വെള്ളയുമായിട്ട് യാതൊരു സാമ്യം, അതിനേക്കാൾ ശോഭയുള്ളതാണ്. വെറും വെളുപ്പെന്നുള്ളത് മാത്രമല്ല, ശോഭയുള്ള വസ്ത്രം എന്നുള്ളതായ നിലയിലൂടെയാണ് ഈ വെളുപ്പ് നിൽക്കുന്നത്. അപ്പോൾ കർത്താവ് ജയിക്കുന്നവർക്ക് വാഗ്ദാനം കൊടുക്കുകയാണ്. ജയിക്കുന്ന വിശുദ്ധന്മാർ അവർ വെള്ള ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യും? എൻ്റെ കൂടെ നടക്കും. ഓർക്കണം, എന്തൊരു വലിയ പദവിയായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ എന്ത് ചെയ്യുക? കൂടെ നടക്കുകയാണ്. കുറഞ്ഞ കാര്യമൊന്നുമല്ല. നമുക്കറിയാം, ലോകത്തിൽ ഏതെങ്കിലും ഹൈ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരാളിൻ്റെ കൂടെ ഒരു ലഞ്ച് കഴിക്കാൻ
എന്തുമാത്രം തുകയാണ് ഇവിടുത്തെ ആളുകൾ മുടക്കണമെന്നറിയാം. ഇപ്പോൾ പ്രസിഡന്റ് ബറാക് ഒബാമ ഇപ്പോൾ ടാമ്പയിൽ വരുന്നു. താൻ ഇലക്ഷനോടുള്ള ബന്ധത്തിൽ ഫണ്ട് റേസിങ്ങിന് വേണ്ടി $1000 അല്ലെങ്കിൽ $5000 തൻ്റെ കൂടെ ഡിന്നർ കഴിക്കുന്നതിന് ചിലവെന്ന് പറഞ്ഞാൽ ഈ $5000 ഒന്നും ഒരു വിഷയമല്ലാത്ത ആണ് ഇവിടുത്തെ ഒരുപാട് ആളുകൾ. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നിരിക്കാൻ, ആ ടേബിളിൽ നിന്ന് ഇരിക്കാൻ ഒക്കത്തില്ല, അത് വേറൊരു കാര്യം. എന്നാൽ അവിടെ നിന്ന് ചെന്ന് അത് വലിയ പുരുഷാരമാണ്, അതിനകത്ത് ഒരു ടേബിളിൽ ഇരുന്ന് തൻ്റെ കൂടെ നിന്ന് ഒരു പടം എടുക്കാൻ അവസരം കിട്ടിയേക്കും. ഞാനീ പറഞ്ഞ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ലോകത്തിലെ ആളുകൾ കരുതുന്നവരുള്ളൂ. എന്നാൽ അതിനേക്കാളൊക്കെ എത്ര മനോഹരമായ ഒരു അവസ്ഥയാണോ ഒരു ദൈവ പൈതൽ ജയാളിയായിട്ട് സ്വർഗത്തിൽ ചൊല്ലുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ യേശുക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാനുള്ളതായ ഭാഗ്യം. വെളിപ്പാട് പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്ക് പിന്നീടുള്ളതായ ഭാഗത്ത് കാണാം, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവരെന്ത് ചെയ്യുന്നു, അവനെ അനുഗമിക്കുന്നു എന്നുള്ളത് കാണുവാൻ കഴിയും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു സഞ്ചരിക്കുന്നിടത്തെല്ലാം കൂടെ പോകുവാൻ, കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ, കർത്താവിനോട് ചേർന്ന് നടക്കുവാനൊക്കെ ഉള്ളതായ ഭാഗ്യകരമായ അവസ്ഥ. ഇതാണ് സ്മുർന്നയിലെ വിശുദ്ധന്മാരോട് അല്ലെങ്കിൽ സ്മുർന്നയിലെ സഭയോട്, സർദീസിലെ സഭയോട് സംസാരിക്കുമ്പോൾ ദൈവാത്മാവ് വാഗ്ദത്തം ചെയ്യുന്ന അനുഭവം. അടുത്തതായിട്ട്, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ. അപ്പോൾ ജയിക്കുന്നവൻ്റെ പേര് ഞാൻ എന്ത് ചെയ്യുകയില്ല, ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയുകയില്ല. ഇത് വേദപുസ്തകപരമായി വലിയൊരു തർക്ക വിഷയമുള്ള ഭാഗമാണ്, ഈ പേര് മായ്ച്ചു കളയുക എന്നുള്ളതായ ഭാഗം. കാരണം ഒരിക്കൽ പേരെഴുതിയാൽ, ജീവപുസ്തകത്തിൽ ഒരിക്കൽ പേരെഴുതിയാൽ ആ പേര് എന്നേക്കുമുള്ളതാണ്, ആ പേര് പിന്നെ മാറ്റുന്നില്ല എന്നുള്ള ചിന്ത ഉള്ളതായ ദൈവമക്കളുണ്ട്. ഒരിക്കൽ കർത്താവ് എഴുതി എന്നുള്ളതായ അവസ്ഥ. അതുകൊണ്ട് തന്നെ അവർ അതിനോട് ചേർന്ന് സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷയുടെ ഭദ്രത എന്നുള്ളതായ വിഷയം കൂടെ ചേർത്താണ് ചിന്തിക്കുന്നത്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ രക്ഷ നഷ്ടപ്പെടുന്നില്ല, അതിന് ഭദ്രതയുണ്ട്. അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയാൽ അത് മായ്ച്ചു കളയുന്നില്ല എന്നുള്ളതായ ചിന്ത. ദൈവത്തിൻ്റെ രക്ഷാദാനമാണെന്ന് നമുക്കറിയാം. കർത്താവായ യേശുക്രിസ്തു മുഖേന പിതാവായ ദൈവം ഒരുക്കിയ രക്ഷ ഒരു മനുഷ്യന് ലഭിച്ചു കഴിയുമ്പോൾ അതിൻ്റെതായ നിലവാരത്തിൽ ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം രക്ഷിക്കപ്പെട്ടവരുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അല്ല, കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്നോ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നാം രക്ഷിക്കപ്പെടുന്നു. അതിനുശേഷം വീണ്ടും നമ്മുടെ പഴയ അവസ്ഥയിലേക്ക് നാം പോകുന്നെങ്കിൽ, പഴയതുപോലുള്ള നമ്മുടെ ജീവിത രീതിയിലേക്ക് തന്നെ പോകുന്നെങ്കിൽ, ജീവപുസ്തകത്തിൽ പേരെഴുതി ഇനിയും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതായ ആ ചിന്താഗതിയിൽ നാം പോകുന്നെങ്കിൽ നാം അങ്ങ് എത്താൻ പോകുന്നില്ല. ദൈവവചനം അതല്ല പഠിപ്പിക്കും. അപ്പോൾ നാൾതോറുമുള്ളതായ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ജീവിതം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. വിശുദ്ധ ജീവിതം, അപ്പോൾ ജയകരമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ എഴുതുന്ന ആളിന് മായ്ക്കുവാൻ അവകാശമുണ്ട് എന്ന് നാം ഓർക്കണം. കാരണം എഴുതുന്നയാൾ മായ്ക്കത്തില്ലായിരുന്നെങ്കിൽ, ജീവപുസ്തകത്തിൽ ഒരിക്കൽ പേരെഴുതിയാൽ അവിടെ എന്നേക്കും സ്ഥിരമായിരുന്നു എങ്കിൽ സർദീസിലെ ഈ ജയാളികളോട് ഇത് പറയേണ്ട കാര്യമില്ല. ഒരു പ്രത്യേക വാഗ്ദത്തമായിട്ട് ജയിക്കുന്നവൻ്റെ പേര് ഞാൻ എന്ത് ചെയ്യത്തില്ല, ജയിക്കുന്നവൻ്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയത്തില്ല എന്നെടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ മായ്ക്കത്തില്ലെങ്കിൽ, ഒരിക്കൽ അവിടെ എഴുതി കഴിഞ്ഞാൽ ഇത് മായ്ക്കുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ സൂക്ഷിക്കുന്നത് പറയേണ്ട കാര്യമില്ല. കാര്യം അങ്ങനെ തന്നെയാണല്ലോ. എന്നാൽ പേര് മായ്ച്ചു കളയാം എന്നുള്ളത് തന്നെയാണ്. ഇതിന് വേറെ തെളിവുകളുണ്ട്. വേറെ തെളിവ് പഴയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ഈ പുസ്തകം എന്നുള്ള ദൈവത്തോടുള്ള ബന്ധത്തിൽ പുസ്തകങ്ങൾ എന്നുള്ളത് നാം പല ഭാഗങ്ങളിൽ കാണുന്നു. ജീവന്റെ പുസ്തകം എന്നുള്ളത്, യഹോവയുടെ പുസ്തകം എന്നുള്ളത്, സ്മരണയുടെ പുസ്തകം എന്നുള്ളത്, ഇങ്ങനെ പുസ്തകങ്ങൾ എന്നുള്ളതായ നിലയിൽ വിശേഷിപ്പിക്കുന്ന പല പ്രയോഗങ്ങൾ പല വേദഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഇസ്രായേൽ മക്കൾ പാപം ചെയ്ത് ദൈവത്തിൻ്റെ ക്രോധം അവരുടെ നേരെ ജ്വലിച്ചപ്പോൾ ഇസ്രായേൽ ജനതയെ വാഗ്ദത്ത നാട്ടിലേക്ക് നടത്തുന്നതായ ഭൂലോകത്തിലെ ഏറ്റവും സൗമ്യനായ മോശ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നീ ജനത്തോട് പാപം ക്ഷമിക്കുന്നില്ലെങ്കിൽ നിന്റെ പുസ്തകത്തിൽ നിന്നും എൻ്റെ പേരെന്ത് ചെയ്യണം, എൻ്റെ പേര് മായ്ച്ചു കളയണമേ. അപ്പോൾ ദൈവം അവിടെ പറയുന്നുണ്ട്, ഞാൻ അവനെ മായ്ച്ചു കളയുമെന്ന് പറയുമ്പോൾ, ഞാൻ അവനെ നീക്കിക്കളയുമെന്ന് പറയുമ്പോൾ
മോശ അവനോട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പ്രതിവാദം നടത്തുകയാണ്. എൻ്റെ പേര് അവരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ പേരങ്ങ് മായ്ച്ചു കളഞ്ഞേരെ എന്നുള്ള നിലയിൽ. അപ്പോൾ ദൈവം എഴുതിയ പേര് മായ്ച്ചു കളയുവാനുള്ള അധികാരം ദൈവത്തിനുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കണം. മാത്രമല്ല, ലോകപ്രകാരം ഒരു കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ നാം ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ നാം നോക്കുമ്പോൾ 12 ശിഷ്യന്മാർ കർത്താവിന്റെ കൂടെ പന്തിരുവർ എന്ന് പറയുന്ന സംഘം ഉണ്ടായിരുന്നെന്ന് നമുക്കറിയാം. 12 ശിഷ്യന്മാരിൽ ഒരുവൻ നഷ്ടപ്പെട്ടു, ഇസ്കറിയോത്ത യൂദ. യൂദായെ കുറിച്ച് പിന്നീട് പറയുന്നത് ആ നാശയോഗ്യൻ എന്നാണ്. ഓർക്കണം, ഇദ്ദേഹം കർത്താവിന്റെ കൂടെ നടന്നയാളാണ്. ആ 12 പേരെ തെരഞ്ഞെടുക്കുന്നതിന്റെ തലേ രാത്രിയിൽ കർത്താവായ യേശുക്രിസ്തു അനേകം മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. താൻ മലമേൽ കയറി പ്രാർത്ഥിച്ചു ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട്. അപ്പോൾ വളരെ പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് തെരഞ്ഞെടുത്തതാണ്. അതിൽപ്പെട്ടയാളായിരുന്നു യൂദ. പിന്നീട് യൂദായുടെ ദാരുണമായ അന്ത്യം നാം കാണുന്നു. അപ്പോൾ ആ നാശയോഗ്യൻ എന്ന് യൂദയെ വിശേഷിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലൂസിന്റെ കൂട്ടത്തിൽ നിരവധി ലേഖനങ്ങളിൽ ആശംസ പറയുന്ന കൂട്ടത്തിൽ നാം കാണുന്ന ഒരാളുടെ പേരാണ് ദേമാസ് എന്നുള്ളത്. പൗലൂസ് പറയുന്നുണ്ട്, ദേമാസും നിങ്ങളെ എന്ത് ചെയ്യുന്നു? ദേമാസും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ദേമാസ് കൂടെ ഉണ്ട്. എന്നാൽ പൗലൂസിന്റെ അവസാന ലേഖനം തിമോഥെയോസിന്റെ 2ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലൂസ് എന്നെ വിട്ടുപോയി എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? ദേമാസുണ്ട്. അവിടെ ദേമാസ് സുവിശേഷ വേലയ്ക്കായിട്ട് എന്നെ വിട്ട് ചിന്ന സ്ഥലത്തേക്ക് പോയെന്നല്ല പറഞ്ഞേക്കുന്നു. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ദൈവസ്നേഹത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു സുവിശേഷ വേലയിൽ കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ ദാസനായിരുന്ന അപ്പോസ്തലനായ പൗലൂസിന്റെ സഹചാരിയായി ആ മിഷൻ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി നടന്നൊരു മനുഷ്യൻ. എന്നാൽ ലോകസ്നേഹം ആ വ്യക്തിയെ ഗ്രസിച്ചു കഴിഞ്ഞപ്പോൾ മിഷൻ ഫീൽഡ് വിട്ടു, കൂടെ ഉണ്ടായിരുന്ന മിഷണറിയെയും വിട്ടു, സകലതും ഉപേക്ഷിച്ച് ലോകത്തിന്റെ പുറകെ പോയ ഒരാളായിട്ടാണ് ദേമാസിനെ നാം കാണുന്നത്. അപ്പോൾ നിരവധി ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേദപുസ്തകത്തിലും അല്ലാതെയും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കർത്താവിന്റെ നാമം വിളിച്ചുപേക്ഷിച്ചതിന് ശേഷം അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് വന്നതിന് ശേഷം പിന്മാറിപ്പോയതായ പിന്മാറ്റം സംഭവിച്ചവർ. അങ്ങനെ പിന്മാറ്റം സംഭവിച്ചതായ ആളുകൾക്കും എല്ലാവർക്കും ഉള്ളതുപോലുള്ളതായ പ്രതിഫലം ദൈവം വാഗ്ദത്തം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ജയകരമായ ക്രിസ്ത്യ ജീവിതത്തിന് തന്നെ പ്രസക്തിയില്ല. കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കുന്ന ഒരു ദൈവവൈതലിനും ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം മറ്റുള്ളതായ കാര്യങ്ങളിലേക്ക് ആവൃതനായി ഇറങ്ങിപ്പോയതായ ഒരാളിനും ഒരേ രീതിയിലുള്ള പ്രതിഫലമാണ് സ്വർഗത്തിൽ കൊടുക്കുന്നതെങ്കിൽ അവരെ രണ്ടുപേരെയും സ്വർഗം കൈകാര്യം ചെയ്യുന്ന ഒരേ വിധത്തിലാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കുള്ള പ്രതിഫലങ്ങൾ ഒരുപോലെയാണെങ്കിൽ ജയകരമായ ക്രിസ്ത്യ ജീവിതത്തിന് എന്തർത്ഥം എന്നുള്ളതാണ്. അപ്പോൾ ജയിക്കുന്നവന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയുകയില്ല എന്നുള്ളതാണ്. ഈ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നതിനോടുള്ള ബന്ധത്തിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് എല്ലാം കൂടെ നിങ്ങളുടെ മുൻപിൽ ഇട്ട് കഴിഞ്ഞാൽ അതാകപ്പെടെ കൺഫ്യൂസ്ഡാണ്. എങ്ങനെയാണ് ദൈവം പേരെഴുതുന്നത്? വേദശാസ്ത്രികൾക്ക് ഇങ്ങനെ പല അവർക്കിതൊരു രസമായി ഇങ്ങനെ ഒരു അഭിപ്രായങ്ങൾ പറയും. ഒരു രസകരമായ ഒരു അഭിപ്രായം ഞാൻ പറയാം. എനിക്കതിനോട് യാതൊരു യോജിപ്പുമില്ല. ഇങ്ങനെയാണ് ഒരു വേദശാസ്ത്രി പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്: ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരാൾ ജനിക്കുന്ന ഉടനെ തന്നെ ആളിന്റെ പേര് ഈ പുസ്തകത്തിൽ എഴുതും. ഇത് വേദപുസ്തകത്തിൽ പറഞ്ഞ കാര്യമൊന്നുമല്ല, ഒരു വേദശാസ്ത്രി പറഞ്ഞെന്നുള്ളത്. അപ്പോൾ ലോകത്തിലെ ഒരാൾ ജനിച്ച ഉടനെ സ്വർഗത്തിലെ ജീവപുസ്തകത്തിലെ ആളിന്റെ പേരെഴുതുക, ജീവന്റെ പുസ്തകം. അപ്പോൾ ഇയാൾ മരിക്കുന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ അവസ്ഥ ഏത് നിലയിലാണ് അദ്ദേഹം മരിച്ചത് എന്ന് കണ്ടു. കൊള്ളാവുന്നവനാണെങ്കിൽ അവിടെ നിലനിർത്തും, അല്ലെങ്കിൽ വെട്ടിമാറ്റും. അപ്പോൾ ഇതൊക്കെ എവിടുന്ന് കിട്ടിയ ചിന്താഗതി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേദശാസ്ത്രികളുടെ അഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നുമല്ല. രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവവേദന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നു. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് അതിന് അനുയോജ്യമായി ജീവിക്കുവാൻ. കാരണം ദൈവ മക്കൾ എന്നുള്ളതായ ശ്രേഷ്ഠമായ പദവിയെ നമുക്ക് നൽകി. അവിടെ നാം ഓർക്കണം. അപ്പോൾ രക്ഷയുടെ ഭദ്രതയോ അതൊന്നുമല്ല എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് അർഹതയില്ലാഞ്ഞതായ ഒരു പദവി ദൈവം നമുക്ക് നൽകിയതാണ്. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായി, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരായി, ലോകത്തിൽ ദൈവമില്ലാത്തവരായി വെളുംപറമ്പിലായിരുന്ന നാം, ഇരുട്ടിലും അന്ധതമസിലും കിടന്നതായ നാം, അവിടെ നിന്നും നമ്മുടെ മേൽ ദൈവത്തിന്റെ പ്രകാശം ചൊരിഞ്ഞ് യേശുക്രിസ്തു മുഖേന പിതാവായ ദൈവവും നമ്മെ വിലയ്ക്ക് വാങ്ങി മക്കൾ എന്നുള്ളതായ ശ്രേഷ്ഠമായ പദവി നമുക്ക് നൽകി. അങ്ങനെ വന്നപ്പോൾ നാം യേശുക്രിസ്തുവിനോട് കൂടെ കൂട്ട് അവകാശികളായി എന്നുള്ളതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ നാം ആരാകുന്നു? കൂട്ടവകാശികളുമാകുന്നു.
നാം യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരാണെങ്കിൽ, യേശുക്രിസ്തുവിനോട് കൂട്ടവകാശികളാണെങ്കിൽ, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരവസ്ഥ കൊണ്ട് തന്നെ തീരുന്നില്ല. വചനം അനുശാസിക്കുന്ന, വചനം നമ്മളോട് പറയുന്ന, പ്രബോധിപ്പിക്കുന്ന നിലയിലുള്ള ജീവിത ശൈലി കൂടി നാം പുലർത്തുവാൻ ബാധ്യസ്ഥരാണ് എന്ന് നാം ഓർക്കണം. അപ്പോൾ ജയിക്കുന്നവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിലനിർത്തും എന്നുള്ളത്, അല്ലെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് നാം ഓർക്കണം. അടുത്തായിട്ട് അതിനോട് ചേർന്ന് പറയുന്നത്, അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റു പറയും. കർത്താവായ യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷയിൽ പറഞ്ഞ കാര്യമാണ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും എന്ത് ചെയ്യും? ഞാനും ഏറ്റുപറയും. മനുഷ്യന്റെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും എന്ത് ചെയ്യും? ഞാനും തള്ളിപ്പറയും. അപ്പോൾ ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ലോകത്തിൽ നാം ഘോഷിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ലോകത്തിൽ മറ്റുള്ളവരോട് നാം ഷെയർ ചെയ്യുമ്പോൾ, യേശുക്രിസ്തുവിന്റെ നാമത്തിന് മാനത്തിനു വേണ്ടി നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ, കർത്താവിന്റെ നാമത്തിന് മാനം ലഭിച്ചാൽ നമുക്കതിന്റെ ഗുണമുണ്ട്. ദൈവസന്നിധിയിൽ നാം ചെല്ലുമ്പോൾ നമ്മ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറഞ്ഞു നമ്മെ നമ്മുടെ കർത്താവ് പ്രശംസിക്കും. പിതാവിന്റെയും ദൂതന്മാരുടെയും മുമ്പ് ആ വാഗ്ദത്തമാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. നമ്മുടെ മുമ്പിൽ അതിനുള്ള വഴി കർത്താവ് തുറന്നു വെച്ചിരിക്കുകയാണ്. അവിടെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേരേറ്റു പറയും. ആത്മാവ് സഭകളോട് പറയുന്നതൊന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇങ്ങനെ നാം 7 സഭകളെ കുറിച്ച് പഠിക്കുന്നതിൽ 5ാമത്തെ സഭയായി നാം കണ്ട സർദീസ് സഭയെക്കുറിച്ചുള്ള സന്ദേശം അവസാനിക്കുകയാണ്. അടുത്തതായിട്ട് നാം ചിന്തിക്കുവാൻ പോകുന്ന അത് ഫിലദൽഫിയ സഭയാണ്. ഈ ഫിലദൽഫിയയിലെ സഭ എന്ന് പറയുന്നത് മനോഹരമായ ഒരു സഭയാണ്, മനോഹരമായ ചർച്ച. കാരണം നാം ഈ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെ കുറിച്ച് പഠിക്കുമ്പോൾ കുറ്റപ്പെടുത്താതെ കാര്യങ്ങൾ പറയുന്നതിൽ ഒരു സഭയാണ്. എത്ര സഭകളാണ് കുറ്റപ്പെടുത്താത്ത സഭയുള്ളത്? 2. ഏതൊക്കെയാണ്? ഫിലദൽഫിയയും ഫിലദൽഫിയ. കുറ്റപ്പെടുത്താത്ത സഭ ഏതൊക്കെയാണ്? സ്മുർണ സഭയും ഫിലദൽഫിയയിലെ സഭയും. ഈ 2 സഭകളെയാണ് കുറ്റപ്പെടുത്താത്ത 2 സഭകൾ, സ്മുർണ സഭയും ഫിലദൽഫിയ സഭയും. അപ്പോൾ ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഇനി അടുത്ത ഇതിന് ശേഷം ഒരു സഭയുണ്ട്. ആ സഭയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഗുണവും പറയാനുമില്ല. എന്നാൽ ഈ ഫിലദൽഫിയ സഭയെക്കുറിച്ച് നമുക്ക് തുടർന്നുള്ള സമയങ്ങളിൽ ചിന്തിക്കാം. 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കും. 7 മുതൽ 13 വരെയുള്ളതായ വാക്യം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാത്ത വണ്ണം തുറക്കുകയും ആരും തുറക്കാത്ത വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുവാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയുവാനും സംഗതി വരുത്തും. സഹിഷ്ണുതയെ കുറിച്ച് ഉള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കുവാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോവുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഫിലദൽഫിയ സഭയ്ക്കുള്ള സന്ദേശമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സഭയ്ക്ക് എന്തില്ല? ദോഷങ്ങളൊന്നും തന്നെ പറയുന്നില്ല. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, എഫേസോസ് മുതലുള്ളതായ സഭകളെയാണ് നാം പഠിച്ചു വരുന്നത്. ഈ സഭകളെക്കുറിച്ചെല്ലാം പറയുമ്പോൾ ഗുണമുണ്ട്, ദോഷമുണ്ടായിരുന്നു. സ്മുർണയിലെ സഭയ്ക്ക് ഒരു ദോഷവും പറഞ്ഞില്ല. എന്നാൽ ഇവിടെ ഫിലദൽഫിയ സഭയെക്കുറിച്ചും ദോഷം പറയുന്നില്ല. എന്നാൽ നാം കുറിക്കൊള്ളേണ്ടത് ഓരോ സഭകളെക്കുറിച്ചും പറഞ്ഞപ്പോൾ എന്ത് ദോഷമാണ് ആ സഭയെക്കുറിച്ച് പറഞ്ഞത്, അത് നമ്മളിലുണ്ടോ, നമ്മുടെ സഭകളിലുണ്ടോ, അല്ലെങ്കിൽ ഇന്നത്തെ സൊസൈറ്റിയിൽ ഇന്നത്തെ സമൂഹത്തിലുണ്ടോ എന്നുള്ളതാണ് നാം നോക്കേണ്ടത്.
അത് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ദൈവാത്മാവ് പ്രബോധിപ്പിക്കുന്നത്. അതാണ് ആത്മാവ് സംസാരിക്കുന്നു എന്നുള്ള നിലയിൽ പറയുന്നത്. സഹോദര സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫിലദൽഫിയ എന്ന വാക്കിൻ്റെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ്. ഫിലദൽഫിയ എന്ന വാക്ക് ഒരു സ്ഥലത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആകെ ഒറ്റ വാക്യത്തിലേ പുതിയ നിയമത്തിൽ ഫിലദൽഫിയ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള നിലയിൽ ഒറ്റ സ്ഥലത്തെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഇവിടെയാണ്. ഈ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ സഭയോട് പറയുമ്പോഴാണ് സഭ എന്നുള്ള നിലയിൽ ഫിലദൽഫിയയിലെ സഭ. നിങ്ങൾക്കത് വേദഭാഗങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. റോമാലേഖനം 12-ാം അധ്യായം 10-ാം വാക്യം, റോമർ 12:10, 1 തെസ്സലോനിക്കർ 4:9, 1 തെസ്സലോനിക്കർ 4:9, എബ്രായ ലേഖനം 13:1, എബ്രായർ 13:1, 1 പത്രോസ് 1:22, 1 പത്രോസ് 1:22, 2 പത്രോസ് 1:7. അതിൽ 2 പ്രാവശ്യം പറയുന്നുണ്ട്. 2 പത്രോസ് 1:7. ഇത് ഈ ഫിലദൽഫിയ പട്ടണത്തെക്കുറിച്ച് ഒരു സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ ഞാൻ പറയാം. എന്നിട്ട് നമ്മുടെ ഈ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. ഈ സ്ഥലം ഫിലദൽഫിയ എന്ന് പറയുന്ന ഈ പട്ടണം സർദീസിൽ നിന്നും 28 മൈൽ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ്. സർദീസിൽ നിന്നും 28 മൈൽ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് ഈ ഫിലദൽഫിയ പട്ടണം. ഇതും വളരെ ഫലപുഷ്ടമായ സ്ഥലമാണ്. പ്രധാനമായി ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത് മുന്തിരി കൃഷിയായിരുന്നു. ഈ ഏരിയയിലെ പ്രധാന കൃഷി എന്നാണ് പറയുന്നത്, മുന്തിരി. എന്നാൽ ഈ സ്ഥലത്തിനുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കുഴപ്പം, അഗ്നിപർവ്വതങ്ങളുടെ കേന്ദ്രമായിരുന്നു ഈ സ്ഥലം. അഗ്നിപർവ്വതങ്ങൾ, വളരെ ആക്റ്റീവായ അഗ്നിപർവ്വതങ്ങൾ വളരെ ഉണ്ടായിരുന്നു. അത് പല പ്രാവശ്യം പൊട്ടി ഭയങ്കരമായ ഡാമേജ് ഈ സ്ഥലത്തിനുണ്ടായിട്ടുണ്ട്. എന്നാൽ ആദ്യകാലത്ത് അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയാണ് ഈ പ്രദേശം വളരെ ഫലപുഷ്ടമായി മാറിയത്. എന്നാൽ അതിനുശേഷം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ AD 17 സർദീസിൽ ഉണ്ടായ വലിയ ഭൂകമ്പം ഉണ്ടായി എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അങ്ങനെ ആ പട്ടണം കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ഉണ്ടായിട്ടാണ് പിന്നീട് റോമൻ ഭരണാധികാരികൾ ആ പട്ടണം പണിതു കൊടുത്തത്. എന്ന് പറഞ്ഞതുപോലെ AD 17 ഭൂകമ്പം ഒരു ഏരിയ കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞ ഭൂകമ്പമാണ്. AD 17 ഭൂകമ്പത്തിൽ തകർന്നു പോയ ഒരു പട്ടണമാണ് ഈ ഫിലദൽഫിയ. എന്നാൽ അതിനുശേഷം AD 98 വന്നപ്പോൾ തിബെരിയോസ് കൈസറാണ് ഈ പട്ടണത്തെ പുതുക്കി പണിതത്. തിബെരിയോസ് കൈസർ ഇതിനെ പുതുക്കി പണിതതിന് ശേഷം അല്പകാലം കൂടെ കഴിഞ്ഞപ്പോൾ റോമൻ ഭരണകൂടത്തിനോടുള്ള ബന്ധത്തിൽ ഈ സ്ഥലത്തിന് വേറൊരു പേര് വന്നു. ഫ്ലവിയ എന്നുള്ളതായ പേര് വന്നു. ഫ്ലവിയ അത് റോമൻ ഭരണകൂടത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇട്ട ഒരു പേരൂടാണ്. എന്നാലും പ്രാചീന കാലം മുതൽ തന്നെ ഈ പട്ടണം അറിയപ്പെടുന്നത് ഫിലദൽഫിയ എന്നുള്ളതായ പേരിലാണ്. എന്നാൽ അടുത്തത്, ഈ പട്ടണം സ്ഥാപിച്ചത് ഒരു ദൈവമനുഷ്യനല്ല. ഈ പേര് കേട്ട വളരെ മനോഹരമായ പേരാണ് സഹോദര സ്നേഹം. ഇത് ദൈവത്തെ അറിഞ്ഞ ആളോ പഴയ നിയമകാലത്ത് ദൈവത്തെ അറിഞ്ഞ ആളോ ഒന്നുമല്ല. ഒരു ജാതീയ രാജാവ് ഇട്ട പേരായിരുന്നു. ജാതീയ രാജാവ് ഇട്ട പേരെന്ന് പറഞ്ഞാൽ BC 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു രാജാവ് ഇട്ട പേരാണ്. അദ്ദേഹത്തിൻ്റെ പേര് അത്തുലസ് ഫിലാദൽഫസ് എന്ന് പറയുന്ന ആളാണ്. അത്തുലസ് ഫിലാദൽഫസ് രണ്ടാമൻ. ഈ അത്തുലസ് ഫിലാദൽഫസ് രണ്ടാമൻ ഇച്ചിരി വിഷമമുള്ള പേര്. അത്തുലസ് ഫിലാദൽഫസ് രണ്ടാമൻ. ഇദ്ദേഹം ഈ പേരിടാൻ കാരണം, ഈ പട്ടണം താൻ പണിതുവെച്ച് തൻ്റെ സഹോദരനോടുണ്ടായ സ്നേഹം കൊണ്ട്, തൻ്റെ ജ്യേഷ്ഠ സഹോദരനോടുള്ള ബഹുമാനം കൊണ്ടും ഈ ജ്യേഷ്ഠ സഹോദരനോടുള്ള ബഹുമാനത്തിലിട്ട പേരാണ്. അതാണ് ഈ സഹോദര സ്നേഹം എന്നുള്ള അർത്ഥത്തിൽ ഈ പട്ടണത്തിന് ഫിലദൽഫിയ എന്ന പേരിട്ടു. തൻ്റെ വീട്ടിൽ തൻ്റെ മൂത്ത സഹോദരനോടുള്ള ബഹുമാനത്തിന് അനിയൻ രാജാവായപ്പോൾ പട്ടണത്തിനുണ്ടാക്കി പട്ടണത്തിന് പേരിട്ടു. ജ്യേഷ്ഠനോടുള്ള ബഹുമാനത്തിൽ സഹോദര സ്നേഹം എന്ന് പേരിട്ടു. സിമ്പിളായിട്ട് അങ്ങനെ ഉണ്ടായ പേരാണ്. എന്നാൽ വളരെ മനോഹരമായൊരു പേരാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ അനേക സഭകൾക്ക് ഈ പേര് തന്നെയുണ്ട്. നമ്മുടെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് മർത്തോമായിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പള്ളികൾക്ക് ഈ ഫിലദൽഫിയ എന്നുള്ള പേരിട്ടിട്ടുണ്ട്, ചേർന്നുള്ള പള്ളികളുണ്ട്. ഞാൻ പറഞ്ഞതിന് താല്പര്യം വളരെ മനോഹരമായ അർത്ഥം കൊണ്ട് വളരെ മനോഹരമായ ഒരു പദമായി നമ്മുടെ ആത്മീയ ഗോളത്തിൽ ഇന്നത് സ്ഥാനം പിടിച്ചു എന്നുള്ളതാണ്. ഉത്ഭവം ഇങ്ങനെയാണ്. ഇനി അടുത്തതായിട്ട് ഈ പ്രദേശം ഫിലദൽഫിയ എന്ന് പറയുന്ന ഈ പ്രദേശം ഇന്ന് അറിയപ്പെടുന്നത് അള്ളാ ഷെഹർ എന്ന് പറയുന്ന പേരിലാണ്. അള്ളാ ഷെഹർ ഇത് ഇസ്ലാമിക് കൺട്രിയാണ്. ടർക്കി പ്രത്യേകിച്ച് ഇസ്ലാമാണ്. അള്ളാ ഷെഹർ എന്ന പേരിൽ ഇന്നും ഈ സ്ഥലമുണ്ട്. അള്ളാ ഷെഹർ.
ഓക്കെ, ലുദിയ എന്ന് പറയുന്ന സ്ഥലത്തെ മനോഹരമായ അല്ലെങ്കിൽ ലിഡിയ ലിദിയ എന്ന് പറയുന്ന ആ പ്രദേശത്തെ മനോഹരമായ പട്ടണങ്ങളിൽ ഒന്നായിട്ടാണ് ഫിലദൽഫിയ പട്ടണം നിൽക്കുന്നത്. നമ്മൾ ഇനിയും ഇതിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായും ഇവിടെ ഉപയോഗിക്കുന്ന മറ്റ് സഭകളോട് സംസാരിച്ചപ്പോൾ ഇല്ലാത്ത ചില പ്രയോഗങ്ങൾ ഇതിന്റെ ആരംഭത്തിലും അവസാനത്തിലും കാണുവാൻ കഴിയും. ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതെന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആർക്കും അടയ്ക്കുവാനും ആർക്കും തുറക്കുവാനും കഴിയുകയില്ല. ഞാൻ തുറന്നു വെച്ചിരിക്കുകയാണ്. ഈ സന്ദേശം ഉപസംഹരിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ജയിക്കുന്നവനെ ഞാൻ എന്താക്കും, ആലയത്തിലെ തൂണാക്കും. അപ്പോൾ ഈ പ്രദേശത്തോട് സംസാരിക്കുമ്പോൾ, ഫിലദൽഫിയയിലെ സഭയോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ രണ്ട് പ്രയോഗങ്ങൾക്കും പ്രത്യേകമായ അർത്ഥവും കൂടിയുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. ഈ ഫിലദൽഫിയ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്ന് ദൈവസഭയോട് ഇവിടെ പറയുമ്പോൾ, ഫിലദൽഫിയ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഏഷ്യ മൈനറിന്റെ ഒരു ഭാഗത്തിന്റെ ഒരു ഗേറ്റ് വേ ആയിട്ട് കരുതിയിരുന്ന സ്ഥലമാണ്. കാരണം അതിനുശേഷം ഏഷ്യ മൈനറിന്റെ ഒരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഈ ഫിലദൽഫിയയിലൂടെ പോകാൻ കഴിയുള്ളൂ. അവിടേക്കുള്ള പ്രധാനപ്പെട്ട വഴികളെല്ലാം ഈ ഫിലദൽഫിയയിലൂടെയാണ് പോകുന്നത്. യവന ഭാഷ ലോകത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, യവന സംസ്കാരം ലോകത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യുവാനുള്ളതായ ഒരു സ്ഥലം. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാമോ, യവന സംസ്കാരവും യവന ഭാഷയും ലോകത്തിൽ എല്ലായിടത്തും പ്രചരിപ്പിക്കാനുള്ളതായ എന്തെല്ലാം അതിനുവേണ്ടി ചെയ്യണമോ അത് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ വാസ്തവത്തിൽ സംസ്കാരം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, ഭാഷ പ്രചരിപ്പിക്കുന്നതിനുള്ളതായ സംവിധാനം എന്നുള്ളതായ നിലയിൽ എല്ലാവർക്കും ഈ പട്ടണത്തിലേക്ക് വരുവാനുള്ളതായ നിലയിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു അനുഭവമാണ് ഈ പട്ടണത്തിൻ്റെ. എല്ലാവരും വെൽക്കം, എല്ലാവർക്കും സ്വാഗതം, ഓൾ ആർ വെൽക്കം എന്നുള്ള നിലയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നൊരു പട്ടണമാണ്. കാരണം സാംസ്കാരികമായ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ, ഭാഷാപരമായ വിഷയത്തോടുള്ള ബന്ധത്തിൽ, വാണിജ്യപരമായ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഒക്കെ ആയിരക്കണക്കിന് ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന മനോഹരമായ പട്ടണമാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ വിശാലമായ വാതിൽ തുറന്നു വെച്ചിരിക്കണം, ആർക്കും യാതൊരു തടസ്സവുമില്ല എന്നുള്ള നിലയിൽ. നമുക്കിന്നും അറിയാമല്ലോ, ബിസിനസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മറ്റു കമ്പനികളെ ഈ രാജ്യത്തേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ളതായ കാര്യങ്ങൾ രാഷ്ട്രങ്ങൾ ചെയ്യാറുണ്ട്. തേർഡ് വേൾഡ് കൺട്രീസ്, അമേരിക്കയിലുള്ളതായ പല ഫാക്ടറികൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോയി. അവർക്ക് അവിടെ അനുകൂലമായ സാഹചര്യങ്ങൾ ആ രാഷ്ട്രം ഒരുക്കി കൊടുക്കും. നമ്മുടെ തന്നെ ഇന്ത്യയിലെ തന്നെ നമുക്കറിയാം, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരുങ്ങിയ ബിസിനസ് അവിടെ നടക്കാതെ മറ്റ് സംസ്ഥാനത്ത് കൊണ്ടുപോയ ചരിത്രമുണ്ട്. നമ്മുടെ കേരളത്തിൽ ആരംഭിക്കാൻ ഒരുങ്ങുന്ന ബിസിനസ് കേരളത്തിൽ നടക്കാതെ തമിഴ്നാട് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം തമിഴ്നാട് അതിനുള്ളതായ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തു. ടാക്സിന്റെ കാര്യത്തിൽ ഇളവ് കൊടുത്തു, ഇലക്ട്രിസിറ്റി അവർ ഓഫർ ചെയ്തു, ട്രാൻസ്പോർട്ടേഷന് കുറച്ചുകൂടെ സൗകര്യം ഉണ്ടായിരുന്നു. കേരളത്തെക്കാൾ വ്യവസായത്തിന് കുറച്ചുകൂടെ മെച്ചമായ അന്തരീക്ഷം എവിടെ ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഫിലദൽഫിയ എല്ലാ വിഷയങ്ങൾക്കും ഇതുപോലുള്ളതായ ലോകപ്രകാരമുള്ളതായ കാര്യങ്ങൾക്കെല്ലാം വളരെ മെച്ചമായ രീതിയിൽ പുരോഗതി പ്രാപിക്കുന്നതിനുള്ളതായ സംവിധാനം എന്നുള്ള നിലയിൽ തങ്ങളുടെ പട്ടണം മറ്റുള്ളവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരുന്ന ഒരു പട്ടണമാണ്. എന്നാൽ ഇത് അവിടെ ഇത്രയും കൊണ്ട് ഞാൻ ഈ പശ്ചാത്തലം നിർത്തുകയാണ്. പക്ഷെ ഇവിടെ സഭയോട് സംസാരിക്കുകയാണ്. സഭയോട് സംസാരിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും. അപ്പോൾ സത്യവാൻ എന്നുള്ളത് നമുക്കറിയാം, പഴയ നിയമത്തിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ്. പുതിയ നിയമത്തിലും ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പദം ഉപയോഗിക്കുന്നുണ്ട്. വിശുദ്ധൻ എന്നുള്ളതായ പേര് പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പേരാണ്. പുതിയ നിയമത്തിൽ അത് കർത്താവിനോടുള്ള ബന്ധത്തിൽ നിൽക്കുകയാണ്, യേശുപിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ. അപ്പോൾ ഈ പഴയ ദൈവത്തെ വിശേഷിപ്പിക്കുന്ന രണ്ട് വാക്കുകൾ, വിശുദ്ധൻ, സത്യവാൻ. നാം യെശയ്യാ പ്രവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു, സാറാഫുകൾ നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കുകയാണ്. അപ്പോൾ യഹോവ പരിശുദ്ധൻ, യഹോവ വിശുദ്ധൻ എന്നുള്ളത് പഴയ നിയമത്തിലെ മാറ്റമില്ലാത്തൊരു സത്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുകയും. അപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധിയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. ആ നിലവാരത്തിലേക്ക് വിശുദ്ധിയിൽ വളരുവാൻ നമ്മളോട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കണം. ഇവിടെ വിശുദ്ധനും സത്യവാനും, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, വിശുദ്ധനും സത്യവാനും. അപ്പോൾ ദൈവത്തെ വിശേഷിപ്പിക്കുന്ന പേരുകൾ വെച്ചുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് പറയുന്നത്, വിശുദ്ധനും സത്യവാനും. അടുത്തത് ദാവീദിന്റെ താക്കോലുള്ളവനുമായി. അപ്പോൾ ദാവീദിന്റെ താക്കോലുള്ളവൻ, നമുക്കറിയാം യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ
എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ദാവീദിന്റെ താക്കോൽ എന്ന് പറയുന്നത് നാം ഇവിടെ കാണുന്ന മറ്റൊരു പ്രയോഗമാണ്, ദാവീദിന്റെ താക്കോലുള്ളത്. അപ്പോൾ ഈ താക്കോൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ കാണിക്കുന്നതാണ്? അധികാരത്തെ കാണിക്കുന്നതാണ്. അധികാരമാണ്. നമുക്കിപ്പോൾ ഉള്ള ഒരു കാര്യം, നാം ഒരു മുറിയിൽ അല്ലെങ്കിൽ ഒരു കബോർഡിൽ പൂട്ടി വെച്ചിട്ട് താക്കോലും കൊണ്ട് നാം നടന്നാൽ അതിനർത്ഥം ആ കബോർഡ് അല്ലെങ്കിൽ ആ റൂം ആരും തുറക്കാൻ പാടില്ല എന്നുള്ളതാണ് നാം അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത്. അതാണ് താക്കോൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താക്കോൽ അധികാരത്തെ കാണിക്കുന്നതാണ്. പണ്ട് ഈ നമ്പൂതിരി കഥകളെന്നും പറഞ്ഞ് കുറെ കഥകളുണ്ട്. അത് ഈ നമ്പൂതിരിമാർ ശുദ്ധന്മാരാണ്, അവരെ കളിയാക്കി ഉണ്ടാക്കിയ കഥകളാണ് നമ്പൂതിരിമാരും പട്ടന്മാരെയും. അപ്പോൾ അതിലൊരു കഥയുണ്ട്. ഒരു പട്ടരുടെ കയ്യിൽ നിന്നും പെട്ടി, നിങ്ങൾക്കറിയാവുന്ന കാര്യമോ, പട്ടരുടെ കയ്യിലെ പെട്ടിപ്പോയി. പെട്ടി പോയ ഉടനെ പട്ടര് വല്യകാരൻ ശങ്കരനെ വിളിച്ച്, ശങ്കര പെട്ടി പോയാൽ ഭയപ്പെടേണ്ട, താക്കോലും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടോന്ന് പറഞ്ഞു. കാര്യം പെട്ടി പോയാൽ താക്കോൽ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ എന്നുള്ള ശുദ്ധനായ പട്ടരുടെ ചിന്താഗതിയാണ്. ഇവിടെ അതുപോലുള്ള പട്ടരല്ല ഇവിടെ നിൽക്കുന്നത്. ഇവിടെ അധികാരത്തോടുകൂടി താക്കോലും കൊണ്ട് നിൽക്കുന്ന ചിത്രമാണ് നാം കാണുന്നത്. അല്ലാതെ ലോകപ്രകാരം താക്കോലും കൊണ്ട് നടക്കുന്ന ഒരു ചിത്രമൊന്നുമല്ല. നമ്മുടെ ഇവിടുത്തെ പോലെ തട്ടിക്കളഞ്ഞ ഉടനെ തുറക്കുന്നതോ അല്ലെങ്കിൽ അല്പം ബലം പിടിച്ച അന്നേരം ഈ പറഞ്ഞു പോരുന്ന താക്കോലോ ലോക്കുമൊന്നുമില്ല ഇവിടുത്തെ വിഷയം. ഇവിടെ സംസാരിക്കുന്നതോ ദാവീദിന്റെ താക്കോലുള്ളവനാണ്. അപ്പോൾ ഈ ദാവീദിന്റെ താക്കോൽ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ദാവീദിന്റെ സിംഹാസനത്തിന്റെ തുടർച്ചയാണ് ആരെ? കർത്താവായ യേശുക്രിസ്തുവിന്റെ സിംഹാസനം. മത്തായിയുടെ സുവിശേഷം അവസാന ഭാഗത്ത് നാം കാണുന്നു, ശിഷ്യന്മാരെ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞയക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. ഇനി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറയുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അപ്പോൾ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള ആളാണ് ആര്? യേശുക്രിസ്തു. അപ്പോൾ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. അപ്പോൾ ദാവീദിന്റെ താക്കോൽ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്തോ? അധികാരത്തോടു കൂടിയവൻ എവിടെ ഇരിക്കുന്നു? ദാവീദിന്റെ സിംഹാസനത്തിൽ അധികാരത്തോടു കൂടിയുള്ളവൻ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് യെശയ്യാ പ്രവചനത്തിൽ യെശയ്യാ പ്രവചനം 22-ാം അധ്യായം, നിങ്ങൾ ആ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം എന്നല്ല, ഞാൻ വേദഭാഗം ഒന്നുകൂടെ പറയാം. യെശയ്യാവ് 22-ന്റെ 20 മുതൽ 24 വരെയുള്ളതായ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം പറയുന്നത്, ദാവീദിന്റെ താക്കോൽ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഹിൽക്കിയാവിന്റെ മകനായ എല്യാക്കീം എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹിൽക്കിയാവിന്റെ മകനായ എല്യാക്കീം. യെശയ്യാവ് 22-ന്റെ 20 മുതൽ 24 വരെയുള്ള വേദഭാഗം, അതിനോടുള്ള ബന്ധത്തിലാണ് ഈ ഭാഗം നിൽക്കുന്നത്. ഈ ദാവീദിന്റെ താക്കോൽ എന്നുള്ള പ്രയോഗം. അപ്പോൾ ഹിൽക്കിയാവിന്റെ മകനായ എല്യാക്കീം എന്ന് പറയുന്നത് വരുവാനുള്ള മശിഹായുടെ അല്ലെങ്കിൽ യേശുക്രിസ്തു വരുവാനുള്ള മശിഹായുടെ ഒരു നിഴലായിട്ട് പഴയ നിയമത്തിൽ പറയുന്ന ഒരു കഥാപാത്രമാണ്. ദാവീദിന്റെ സിംഹാസനത്തിൽ അവനെ ഇരുത്തിയിട്ട് അവന്റെ തോളിൽ അധികാരം നൽകി അവന്റെ കയ്യിൽ താക്കോൽ നൽകി ഇരുത്തുന്ന ഒരു ചിത്രം നമുക്കവിടെ കാണുവാൻ കഴിയും. അവിടെ ആ സിംഹാസനം, അതായത് എല്യാക്കീം എന്ന് പറയുന്ന ആൾ ഇരുന്ന, അല്ലെങ്കിൽ യെശയ്യാ പ്രവചനം ചിത്രീകരിക്കുന്ന എല്യാക്കീമിന്റെ ഇരിപ്പ്, ആ ഇരിപ്പ് ദാവീദിന്റെ സിംഹാസനത്തിലാണ്. അതിന്റെ തുടർച്ചയായിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ വ്യക്തമായി അവതരിപ്പിക്കുന്നു ആ സിംഹാസനത്തിൽ ഇരിക്കേണ്ട ആളായിട്ട്. അങ്ങനെ വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ സിംഹാസനം, ദാവീദിന്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ ആരുടെ സിംഹാസനം? യേശുക്രിസ്തുവിന്റെ സിംഹാസനം. താക്കോൽ, ദാവീദിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ അധികാരത്തിൻ്റെതായ താക്കോൽ. അപ്പോൾ അധികാരമുള്ളയാൾ സംസാരിക്കുകയാണ്, വിശുദ്ധനും സത്യവാനും. ദാവീദിന്റെ താക്കോൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ അധികാരവുമുള്ള കർത്താവ് ഫിലദൽഫിയയിലെ സഭയോട് സംസാരിക്കും. താക്കോലുള്ളവനായി ഇനി അടുത്തത് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ ഈ കർത്താവിന്റെ പ്രത്യേകത, തുറന്നാൽ ആരും അടയ്ക്കുവാൻ പോകുന്നില്ല, അടച്ചാൽ ആരും തുറക്കുവാനും പോകുന്നില്ല. അപ്പോൾ ഈ സഭയുടെ മുമ്പിൽ ഒരു വാതിൽ കർത്താവ്, ഏതായാലും കൊള്ളാം, സഭയുടെ മുമ്പിൽ വാതിൽ കർത്താവ് അടച്ചു വെച്ചിരിക്കുകയല്ല, സഭയുടെ മുമ്പിൽ വാതിൽ എന്ത് ചെയ്യുക? തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പോൾ സഭയുടെ മുമ്പിൽ തുറക്കപ്പെട്ട വാതിൽ എന്നുള്ളതാണ്. സഭയുടെ മുമ്പിൽ തുറക്കപ്പെട്ട വാതിൽ എന്ന് പറയുന്നതുകൊണ്ട് എന്താ അർത്ഥമാകും?
സഭയുടെ മുമ്പിൽ തുറക്കപ്പെട്ട വാതിൽ എന്ന് പറയുന്നത് രക്ഷ എന്ന് പറയുന്ന സന്ദേശം വിളംബരം ചെയ്യുവാനുള്ള അവസരമായിട്ട് കാണുകയാണ്. വാതിൽ തുറന്നിരിക്കുകയാണ് ആത്മാക്കൾക്ക് വീണ്ടും വരുവാൻ, കൂട്ടായ്മയിലേക്ക് വരത്തക്കമാണ്. അപ്പോൾ ബാഹ്യലോകത്തേക്ക് ഇറങ്ങി കർത്താവിന്റെ വചനം വിളംബരം ചെയ്യുവാനുള്ളതായ അവസരമായിട്ടാണ്. പക്ഷെ ഇതിനൊരു പരിധിയുണ്ട്. വാതിൽ അടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. അല്ലെങ്കിൽ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷണം ചെയ്യുന്നതിനൊരു അവസാന സമയം വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുന്ന ഒരു സമയം വെച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവ് ഇപ്പോൾ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് സഭയുടെ മുമ്പിൽ. ഇപ്പോൾ സുവിശേഷം വിളംബരം ചെയ്യുവാൻ, ദൈവത്തിന്റെ വചനം വിളംബരം ചെയ്യുവാൻ ഉള്ള നിലയിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. എന്നാൽ വ്യക്തിപരമായി നാം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ഓർക്കണം, നാം വ്യക്തിപരമായി ഇതിനെ കാണുമ്പോൾ നാം നമ്മുടെ ഹൃദയം കർത്താവിനോട് തുറന്നു കൊടുത്തവരാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ വൈഷമ്യങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ നാം തരണം ചെയ്യുന്നു. എങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കും എന്നുള്ളതായ നിലയിൽ ഭാരപ്പെടുന്നതായ നിമിഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ നാം നേരത്തെ കണ്ടു, ജയിക്കുന്നവൻ കർത്താവിനോട് കൂടെ നടക്കും എന്നുള്ളത്. അപ്പോൾ കൂടെ നടത്തുന്ന കർത്താവ്, നാം കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വാതിൽ തുറന്നു തരുന്നത് കർത്താവാണ്. അങ്ങനെ കർത്താവ് നമുക്ക് വേണ്ടി വാതിൽ തുറന്നാൽ ലോകത്തിൽ ഒരു ശക്തിക്കും ആ വാതിൽ അടയ്ക്കുവാൻ കഴിയുകയില്ല. അത് നമ്മൾ ഓർക്കണം. നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ആര് വിചാരിച്ച് നമുക്ക് വേണ്ടി ഒരു ഉറവ കർത്താവ് തുറന്നാൽ അതിനെ അടയ്ക്കുവാൻ, അതിനെ നിർത്തലാക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ലെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കും. പ്രവാചക ശിഷ്യന്റെ വീട്ടിൽ നടന്ന ഉദാഹരണം അതിന് തെളിവാണ്. ഭയങ്കരമായ കടഭാരത്താൽ പ്രവാചക ശിഷ്യന്റെ ഭാര്യയെ വിഷമിക്കുകയാണ്. ആകെപ്പാടെ അല്പം എണ്ണയേ ഉള്ളൂ. ദേശത്തുള്ള പാത്രമെല്ലാം മേടിക്കുന്നു, പാത്രങ്ങൾ നിറയ്ക്കുന്നു. ആ എണ്ണ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പാത്രങ്ങൾ കൊണ്ട് വിറ്റ്. അതിനുശേഷം അവസാനമായിട്ട് പാത്രങ്ങൾ ഇല്ലാത്തൊരു സ്റ്റേജുമുണ്ട്. അപ്പോഴാണ് ആ എണ്ണയുടെ ഒഴുക്ക് നിന്നത്. കാരണം ആ എണ്ണ ഒഴുക്കി കൊടുത്തത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ എന്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ വാതിലുകളെ തുറന്നു തരുന്നത് ദൈവമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, വിശ്വസ്തയോടെ നടക്കുമ്പോഴാണ് ഈ വാതിൽ തുറന്നു തരുന്നത്. നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടതായ അവസ്ഥയിൽ, ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നാം ദൈവത്തിന് വിശ്വസ്തയോടുകൂടി നിന്നാൽ, അല്ലെങ്കിൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ വിശ്വസ്തയോടുകൂടി നാം നടന്നാൽ, വീണ്ടും വീണ്ടും അവസരങ്ങൾ തന്ന, അല്ലെങ്കിൽ വാതിൽ വിശാലമാക്കി ദൈവം നമുക്ക് തരുകയാണ്. അതല്ലെങ്കിൽ വാതിൽ തുറന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ കൊണ്ട് സ്വർഗത്തിനൊരു പ്രയോജനവും ഇല്ലെങ്കിൽ, നമ്മളെ കൊണ്ട് ഒരു പ്രയോജനവും ദൈവത്തിനില്ലെങ്കിൽ പിന്നെ കൂടുതൽ എന്നാ വാതിൽ തുറക്കാൻ? അപ്പോൾ ഓർക്കണം, നമ്മുടെ മുമ്പിൽ വാതിൽ ഇന്നും തുറന്നു വെച്ചിരിക്കുന്നു. നമ്മെ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് സഭയുടെ മുമ്പിൽ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. പക്ഷെ ഈ വാതിൽ അടയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. പക്ഷെ ഇപ്പോൾ കർത്താവ് ഉറപ്പ് നൽകി ആർക്കും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന, അല്ലെങ്കിൽ ആർക്കും തുറക്കാതെ വണ്ണം അടയ്ക്കുന്ന കർത്താവാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താക്കോൽ ആരുടെ കയ്യില്? അപ്പോൾ വാതിൽ തുറന്നു, താക്കോൽ ആരുടെ കയ്യില്? കർത്താവിന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ ആര് വിചാരിച്ചാലും ഇതെന്ത് ചെയ്യാൻ ഒക്കുകയില്ല, അടയ്ക്കാൻ ഒക്കുകയില്ല. സഭയുടെ താക്കോൽ ദൈവം ആരെ ഏൽപ്പിച്ചിട്ടില്ല, മനുഷ്യരെ ഏൽപ്പിച്ചിട്ടില്ല. സഭയുടെ താക്കോൽ മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചിരുന്നെങ്കിൽ സഭയ്ക്കകത്ത് എല്ലാവർക്കും ഒന്നും വരാൻ ഒക്കുകയില്ല. ദൈവസഭ ഒരുതരം ലയൺസ് ക്ലബ്ബ് പോലെയോ റോട്ടറി ക്ലബ്ബ് പോലെയോ ഒക്കെ ആയാൽ, കാര്യം അവരവരുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ളവരെ മാത്രമേ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കത്തുള്ളൂ, ബാക്കിയുള്ളവൻ പുറത്ത് എന്നുള്ളതാണ്. അങ്ങനെ സഭയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ഓരോരുത്തരുടെ നിറവും, ഓരോരുത്തരുടെ ഗുണവും, ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതിയും, ഓരോരുത്തരുടെ വിദ്യാഭ്യാസ യോഗ്യതയും ഒക്കെ നോക്കി സഭയിലേക്ക് പ്രവേശിപ്പിക്കത്തക്കവണ്ണമുള്ള താക്കോലൊന്നും ആരെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല. സഭയുടെ താക്കോൽ കർത്താവിന്റെ കരങ്ങളിലാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിങ്ങൾക്കൊരു ചിന്ത ചിലപ്പോൾ പെട്ടെന്ന് വരാം, പത്രോസിന്റെ കയ്യിൽ താക്കോൽ കൊടുത്തു. പത്രോസിന്റെ കയ്യിൽ താക്കോൽ കൊടുത്തു, ഇപ്പോഴും പത്രോസ് താക്കോലും കൊണ്ട് നടക്കുന്നു എന്ന് വിചാരിക്കണ്ട. കാരണം പത്രോസിന്റെ കയ്യിൽ താക്കോൽ കൊടുത്തിട്ട് പറഞ്ഞു, ഒരു ശുശ്രൂഷയുടെ തൊട്ട് മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. നീ സ്വർഗത്തിൽ കെട്ടുന്നതെല്ലാം എന്ത് ചെയ്യും? അവിടെ കെട്ടപ്പെട്ടിരിക്കും. നീ അഴിക്കുന്നതെല്ലാം ഭൂമിയിൽ അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. പെന്തക്കോസ് നാളിൽ 11 ശിഷ്യന്മാരുടെ കൂടെ നിന്നുകൊണ്ട് ആ താക്കോൽ ഉപയോഗിച്ചുകൊണ്ടാണ് പത്രോസ് വാതിൽ തുറന്നത്. ആ വാതിൽ തുറന്നപ്പോൾ ആ സമയത്താണ് അവിടെ യെരൂശലേമിൽ തടിച്ചുകൂടിയിരുന്നതായ വിവിധ ജാതികളിൽ നിന്നുള്ളവോ, വിവിധ ഭാഷയിൽ നിന്നുള്ളവോ, വിവിധ വംശങ്ങളിൽ നിന്നുള്ളവോ അവര് അവിടെ വചനം കേട്ടു, വചനം കൈക്കൊണ്ടു, അവർ സ്നാനമേറ്റു. സ്നാനമേറ്റവർ തന്നെ എത്ര ഉണ്ടായിരുന്നു? 3000 പേരുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പത്രോസ് അല്ലി വാതിൽ തുറന്നു കൊടുത്തു. പത്രോസ് സഭയിലേക്ക് ആദ്യമായിട്ട് വാതിൽ തുറന്നു കൊടുക്കുന്ന ദൗത്യം പത്രോസിനെ ഏൽപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെങ്കിൽ അതിനുശേഷം നാം അപ്പോസ്തല പ്രവൃത്തിയിൽ ഉടനീളം പഠിക്കുമ്പോൾ ശിഷ്യന്മാർ പോയിടത്തും ചെയ്തു, ജനങ്ങൾ വിശ്വസിച്ചു.
ചിതറിപ്പോയവർ പോയി വചനം ഘോഷിച്ചു, അവിടെ ജനം വിശ്വസിച്ചു. അങ്ങനെ അപ്പോസ്തോലിക നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് സഭയിൽ പിതാക്കന്മാരെ, വിശുദ്ധന്മാരെ ദൈവം വേർതിരിച്ചു. അവർ ഈ സഭയിലേക്ക് എന്ത് ചെയ്യുക? ആളുകളെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നത്? ഈ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മളിൽ നാം ഒരാളോട് സുവിശേഷം പറഞ്ഞ ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ അതിൻ്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി തരുന്ന ആര്? ദൈവാത്മാവാണ്. നമ്മളെ ഒരു മുഖാന്തരമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ദൈവാത്മാവാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ദൈവസഭയുടെ താക്കോൽ എന്ന് പറയുന്നത് പത്രോസിന്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് ചിന്തിക്കണം. ഇന്ന് താക്കോൽ ആരുടെ കയ്യിലാണ്? കർത്താവിന്റെ കയ്യിലാണ്. കാരണം പത്രോസിന്റെ കയ്യിൽ താക്കോൽ കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ അല്പം കൂടെ കഴിയുമ്പോൾ ശരിയായ പത്രോസിനെ കാണുന്നു. പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റ് നിന്ന് 11 പേരോടുകൂടി നിന്ന് ഗംഭീരമായ പ്രസംഗം നടത്തി ആ സമയത്തൊന്നും ഇല്ലാത്ത ചിന്ത അല്പം കഴിഞ്ഞപ്പോൾ പത്രോസിനെ കയറി വന്നു. കാര്യം ഇതിങ്ങനെ എല്ലാവരെയും കൂടെ പ്രവേശിപ്പിക്കാനുള്ള ഒരു സ്ഥലമല്ല ഈ സഭ. യഹൂദജാതിയിൽ നിന്ന് വന്നവർക്ക് അല്പം കൂടെ മുൻഗണന കൊടുക്കേണ്ടതാണ്. അത് മാത്രമല്ല, ന്യായപ്രമാണത്തിൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ കൂടെ സഭയിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ളതായ പല കാര്യങ്ങൾ ആര് കൊണ്ടുവന്നേനെ? പത്രോസ് കൊണ്ടുവന്നേനെ. പത്രോസിന് പരമാധികാരം കൊടുത്തിരുന്നെങ്കിൽ, പത്രോസിന്റെ കയ്യിലായിരുന്നു സഭയുടെ താക്കോല്, എല്ലാ കാര്യവും പത്രോസ് ചെയ്യുന്ന പോലാണ് സഭയിൽ നടക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് വിഭാവന ചെയ്തിരുന്നതെങ്കിൽ പത്രോസ് ഈ സഭയെ ശരിയാക്കി, പഴയ പത്രോസ്. എന്നാൽ പത്രോസിന് ഒരുപാട് വ്യത്യാസം വന്നു. സുന്നഹദോസ് അതിനു വേണ്ടി കൂടേണ്ടി വന്നു. യെരുശലേം സുന്നഹദോസ് AD 49 യേശുക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബിന്റെ അധ്യക്ഷതയിലാണ് ആ സമ്മേളനം നടക്കുന്നത്. അവിടെ വെച്ചാണ് സുപ്രധാനമായ പല തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അതിനുശേഷം നമുക്കറിയാം, ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷവുമായി കടന്നു പോകുന്നിടത്തൊക്കെ ന്യായപ്രമാണത്തിന്റെ ഒരു വിഷയവും എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. അവരുടെ മേലെ അത് അടിച്ചേൽപ്പിച്ചില്ല. അവിടെ തീരുമാനിച്ചു, നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ഭാരമായിരുന്ന നുകം ഈ പാവപ്പെട്ട ദൈവമക്കൾ, പാവപ്പെട്ട ജാതീയ സഹോദരന്മാരുടെ മേലെ എന്ത് ചെയ്യരുത്, അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്നും പറഞ്ഞാണ് തിരിഞ്ഞത്. ഞാൻ ആ ഭാഗം വിടട്ടെ. അപ്പോൾ ദാവീദിന്റെ താക്കോലുള്ളതായ കർത്താവ് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇത് നമ്മൾ ഇതിനു മുമ്പുള്ള പല സഭകളോടും കണ്ടതാണ്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പക്ഷെ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നെന്ന് അവരോടൊക്കെ പറഞ്ഞപ്പോൾ അതിനോട് ചേർത്ത് പറഞ്ഞു, അത് പൂർണ്ണതയുള്ളതായി കണ്ടില്ല. എഫേസോസിലെ സഭയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിന്റെ ആദ്യത്തെ പ്രവൃത്തി പോയി ചെയ്യുക. ഇപ്പോഴത്തെ പ്രവൃത്തി ഗുണമുള്ളതല്ല, നിന്റെ ആദ്യത്തെ പ്രവൃത്തി പോയി ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞിട്ട് അതിനടുത്ത് തന്നെ അതിനോട് ചേർന്നൊരു കമന്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഞാനത് മുമ്പ് പറഞ്ഞു കഴിഞ്ഞല്ലോ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ അവിടെ അടുത്തായിട്ട് പറയുന്നത്, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. അപ്പോൾ ഈ ഫിലദൽഫിയയിലെ സഭ ഏതവസ്ഥയിലാണ്? തീരെ ശക്തിയില്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ചിന്ത. വളരെ ബലഹീനാവസ്ഥയിലാണ്. പക്ഷേ എല്ലാ അർത്ഥത്തിലൊന്നുമല്ല ഈ അല്പമേ ശക്തിയുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നത്. വാസ്തവത്തിൽ ഫിലദൽഫിയ സഭ ഒരു കൊച്ചു സഭയാണ്, അധികം ആൾക്കാരില്ലാത്തൊരു സഭയാണ്. അതുകൊണ്ടാണ് ഈ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നത്. അല്ലാതെ ആളുകളുടെ ബലത്തിലല്ല, ആളുകളുടെ എണ്ണത്തിലോ പുരുഷാരത്തിന്റെ വലുപ്പത്തിലോ ഒന്നുമല്ല. ചെറിയ ഗ്രൂപ്പ്. ഈ ചെറിയ ഗ്രൂപ്പ് അവരെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നീ ഒരു ചെറിയ ഗ്രൂപ്പാണ്. കർത്താവ് പറഞ്ഞല്ലോ, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടണം, ചെറിയ കൂട്ടമാണ്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ മെഗാ ചർച്ച് എന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഈ മെഗാ ചർച്ച് എന്ന് പറയുന്നത് ദൈവവചനത്തിലുള്ളതല്ല. ദൈവവചനം പഠിപ്പിക്കുന്ന ആശയമേ അല്ല മെഗാ ചർച്ച്. 10,000-കണക്കിന് 50,000-ത്തിനൊക്കെ കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ സഭയിലുണ്ടെന്നും പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന പരിപാടി, അത് ആ നിലയിലുള്ള സഭയൊന്നും ദൈവവചനത്തിലുള്ളതല്ല. സഭയിലുള്ള ആടും ഇടയനുമായിട്ട് എന്തില്ല, ബന്ധമില്ല. സഭയിലുള്ള ആടിനെ ഷോപ്പിംഗ് പ്ലേസിലോ എവിടെ വെച്ചെങ്കിലും ഇടയൻ കണ്ടാൽ തിരിച്ചറിയുന്ന പോലുമില്ല, ഇവൻ എൻ്റെ സഭയിലെ മെമ്പറാണ്. അതാണ് ഈ മെഗാ ചർച്ചിന്റെ ഗുണം. ഈ ആളിന്റെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യവും ഇടയൻ അറിയുന്നില്ല. ഇതെന്റെ ശുശ്രൂഷയാ. ആടും ഇടയനും നമ്മളാ ബന്ധമെന്ന് പറയുന്നത്, ഒരു ശുശ്രൂഷകനും ആ വിശ്വാസിയും നമ്മളാ ബന്ധമെന്ന് പറയുന്നതിന്റെ
ദൈവവചനം പഠിപ്പിക്കുന്നതിൻ്റെ ഒരംശം പോലും ഈ മെഗാ ചർച്ചിലില്ല. പിന്നെ മെഗാ ചർച്ചിന് ഗുണമുണ്ട്, ദശാംശം കൊടുക്കണ്ട. കാര്യം അവിടെ കൊടുത്താലും കൊടുത്തില്ല നമ്മളാരും അറിയുന്നില്ലല്ലോ. അവിടെ പോയി ഇരുന്നെച്ചെങ്കിൽ പോന്നാൽ മതി, അല്ലേ തന്നെ എന്തെങ്കിലും ഒന്ന് കൊടുത്തേച്ചെങ്കിൽ പോന്നാൽ മതി. സഭയോട് വലിയ ലോയൽറ്റി ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. വീട്ടിൽ പ്രാർത്ഥന വെച്ചാലും വെച്ചില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല. പാസ്റ്ററെ കണ്ടാലും കണ്ടില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു വലിയ പുരുഷാരത്തിൻ്റെ കൂടെ വലിയൊരു ഉത്സവ സ്ഥലത്ത് ഇരിക്കുന്നതുള്ള പ്രതീതിയിൽ ഇരുന്നിച്ച് കുറേ കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ എഴുന്നേറ്റ് പോകും. പിന്നെ അതിൻ്റെ മറുപടി ഇതാണ്, സെൽ ഗ്രൂപ്പ് ഉണ്ട്, ആ സെൽ ഗ്രൂപ്പിന് ലീഡർഷിപ്പ് ഉണ്ട്, അവരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതൊക്കെ ശരിയാണ്. പക്ഷെങ്കിൽ ഈ സെൽ ഗ്രൂപ്പ് സിസ്റ്റം ഇതൊന്നും ഈ പറയുന്നതൊന്നും വചനത്തിലുള്ളതൊന്നുമല്ല. സെൽ ഗ്രൂപ്പ് ഈ പറയുന്ന പരിപാടികൾ പിന്നെ അതൊന്നും കുഴപ്പമില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയോ കൂട്ടത്തിന് വേണ്ടിയോ അങ്ങനെ ഒരു ഗ്രൂപ്പ് കൂടി നിന്ന് പ്രാർത്ഥിക്കുക പാപമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ വലിയ ഈ മെഗാ ചർച്ച് എന്ന് പറയുന്ന ആശയം ദൈവവചനത്തിന് വിരുദ്ധമായ ഒരാശയമാണ്. അവിടെ നിൽക്കണം. പക്ഷേ ഇവിടെ ഫിലദൽഫിയ സഭയോട് പറയുന്നു, നീ ഒരു ചെറിയ ഗ്രൂപ്പാണ്, കൊച്ചു ഗ്രൂപ്പാണ്, നീ അല്പം എനിക്ക് ശക്തിയുള്ളൂ, ചെറിയൊരു ഗ്രൂപ്പാണ്, വളരെ ചെറിയൊരു ഗ്രൂപ്പ്. എന്നാൽ ഈ ചെറിയ ഗ്രൂപ്പാണെങ്കിലും അവരോട് പറയുന്നു, അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ഗ്രൂപ്പാണെങ്കിൽ പോലും അവരെന്ത് ചെയ്തു? ചെറിയ ഒരു ഗ്രൂപ്പ്, പക്ഷെ അവരെന്ത് ചെയ്തു? വചനം കാത്തു. ഇവിടാണ് നമ്മുടെ ആത്മീയ ഗോളം ഇന്ന് പോയി കിടക്കുന്ന ഒരു ഭാഗം. നമ്മുടെ ആത്മീയ ഗോളത്തിൻ്റെ പരാജയപ്പെടുന്ന ഒരു ഭാഗം, പരാജയപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗം ഇവിടെയാണ്. വചനം കാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. വചനം കാക്കുക, വചനം പ്രമാണിക്കുവാൻ, അതാണ് വചനം കാക്കുക എന്ന് പറയുന്നത്. അല്ലാതെ വചനം വേദപുസ്തകം ഇങ്ങനെ സിബിട്ട് ഇങ്ങനെ യാതൊരു കേടും പറ്റാതെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നതല്ല വചനം കാക്കുക എന്ന് പറയുന്നത്. വചനം പ്രമാണിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എന്നുള്ളതാണ്. പ്രശംസാ വിഷയമായിട്ടാണ് ഫിലദൽഫിയ സഭയോട് പറഞ്ഞത്, നീ എൻ്റെ വചനം കാത്തു എന്നുള്ളത്. നാം നോക്കണം, നമ്മൾ ഈ വചനത്തോടുള്ള നമ്മുടെ താല്പര്യം എന്തുമാത്രം ഉണ്ടെന്നുള്ളതാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സഭയിൽ ഇത്രയും ആളുകൾ 2 ബൈബിൾ ക്ലാസ്സിൽ മുടങ്ങാതെ, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് മുടങ്ങിയാൽ പോലും ഇത്രയും ആളുകൾ പതിവായി പങ്കെടുക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ പല സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിയാൽ, നമ്മുടെ പല കൂടിവരവുകളും നോക്കിയാൽ ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ശുഷ്കമാണ്, വളരെ ശുഷ്കമാണ്. ആളുകൾക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഇതിനു മുമ്പിൽ പോയിരുന്ന് പഠിക്കുവാൻ അല്ലെങ്കിൽ ചിന്തിക്കുവാൻ ഇതിനേക്കാളൊക്കെ കുറച്ചുകൂടെ രസകരമായ കാര്യങ്ങളായിട്ട് മറ്റ് ശുശ്രൂഷകളെ കാണുന്നുണ്ട് ആളുകൾ. പക്ഷെ വചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആത്മീയ കൂട്ടായ്മകളിൽ മറ്റൊന്നിനുമില്ല എന്നുള്ളത് നാം ഓർക്കണം. നാം കൂടി വരുമ്പോൾ നമ്മൾ ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മൾ കൂടി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തോ? കർത്താവിൻ്റെ മേശയാണ്. ചിലർ ചോദിക്കാറുണ്ട്, എല്ലാ ആഴ്ചയിലും കർത്താവിൻ്റെ മേശ നടത്തണമോ? വചനം എങ്ങനെയാ പറയുന്നത്? കൂടി വരുമ്പോൾ അവർ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോഴാണ് എഴുതിയേക്കുന്നത്. അപ്പം കൂടി വന്നത് തന്നെ എന്തിന്? അപ്പം നുറുക്കാനാണ്. ഇനിയും അടുത്തതായിട്ട് അപ്പം നുറുക്ക് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വചന ശുശ്രൂഷയാണ്. പിന്നെയാണ് പ്രാർത്ഥന നൽകുന്നത്. ഈ വക കാര്യങ്ങൾ കഴിഞ്ഞുള്ള ഇമ്പോർട്ടൻസ് ആരാധനയും മറ്റ് സകല കാര്യങ്ങൾക്കും ഉള്ളൂ. പക്ഷെങ്കിൽ നമ്മുടെ ആത്മീയ ഗോളം ഇന്നും മറ്റ് പലതിനെയും പ്രൊമോട്ട് ചെയ്യുക. പക്ഷെ വചനത്തിൻ്റെ സ്ഥാനത്ത് നാം മറ്റെന്തിനെ പ്രതിഷ്ഠിച്ചാലും അത് പരാജയമാണെന്ന് നാം ഓർക്കണം. അപ്പോൾ ഫിലദൽഫിയ സഭ, നീ അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു എന്ന് ആ സഭയെക്കുറിച്ച് പറയുന്നു. അടുത്തത്, എൻ്റെ നാമം നീ നിഷേധിച്ചില്ല. എന്തൊരു പ്രശംസാ വിഷയമാണ്. എൻ്റെ നാമം, എൻ്റെ പേര് നീ നിഷേധിച്ചില്ല. ഇത് കർത്താവിൻ്റെ പേര് നിഷേധിക്കാൻ അധികം നേരമൊന്നും വേണം. 30 ഞാൻ മുമ്പേ പറഞ്ഞ കഥാപാത്രം 30 വെള്ളിക്കാശിനാണ് ആരെ വെച്ചുകൊടുത്തത്? കർത്താവിനെ വെച്ചുകൊടുത്തു. ഇന്ന് നമ്മുടെ ആത്മീയ ഗോളത്തിൽ നോക്കിയാൽ 30 വെള്ളിക്കാശ് പോലും വേണ്ട ഒറ്റിക്കൊടുക്കണം. അതിൻ്റെ സാഹചര്യം പോലെ നിൽക്കും. ഏത് സാഹചര്യം വേണമെങ്കിലും അതിനനുസരിച്ച് പോകുന്നവരുണ്ട്. അടുത്തത്, ഒരു ബാല്യക്കാരത്തിന് മുമ്പിൽ പത്രോസ്, പന്തിരുവരിൽ പ്രമുഖനായിരുന്ന പത്രോസ്, ശുശ്രൂഷയിൽ വളരെ മുമ്പിൽ നിന്നായ പത്രോസ്. അതൊക്കെ പത്രോസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട. പലരും പല നിലകളിൽ പത്രോസിനെ കുറ്റപ്പെടുന്നുണ്ടെങ്കിലും ഞാൻ പലയിടത്തും പ്രസംഗിച്ചപ്പോഴും ഞാൻ പലയിടത്തും എഴുതിയിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ പത്രോസിനെ ഫേവർ ചെയ്ത് എഴുതുന്ന ഒരാളാണ്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോഴും എനിക്കത് തന്നെയാണ് ചിന്താഗതി. കാരണം നമ്മൾ ഈ പത്രോസിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഓർക്കണം, പത്രോസിൻ്റെ ഷൂവിൽ നമ്മൾ നിൽക്കണം. പത്രോസ് ആയിരുന്ന ആ സാഹചര്യങ്ങളിൽ നമ്മൾ നിൽക്കണം. മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് ഉദാഹരണത്തിന് എടുത്തു. മഹാപുരോഹിത നടുമുറ്റത്ത് അങ്ങോട്ട് പോയ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഒരു കൂട്ടുകാരൻ്റെ കൂടെ അങ്ങോട്ട് പോയത്. മഹാപുരോഹിത നടുമുറ്റത്ത് എന്ന് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരനങ്ങ് മാറി.
കൂട്ടുകാരനെ കണ്ടില്ല. അപ്പോൾ കൂട്ടുകാരൻ അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ സംഗതി പരിവക്കേടാണ്. ഒരു അനുകൂലമായ അന്തരീക്ഷത്തിലല്ല വന്നു വിട്ടിരിക്കുന്നു. തൻ്റെ ഗുരുവിനെ വിസ്തരിച്ച് കൊല്ലുവാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗുരുവും പോയി, സ്നേഹിതനും പോയി, സാഹചര്യം ഒട്ടും അനുകൂലമല്ല. ഈ സ്ഥലത്ത് തീവ്രമായി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് കുറ്റം പറയാം. അടുത്തത്, പത്രോസ് അല്ലാതെ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ വേറെ ആരുണ്ട് വെള്ളത്തിൽ നടന്നത്? പത്രോസിന്റെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ വെള്ളത്തിൽ നടന്നത് പത്രോസ് മാത്രമേ ഉള്ളൂ. പത്രോസ് മുങ്ങിപ്പോയെന്നുള്ളത് അത് ഞാൻ നിഷേധിക്കുന്നില്ല. കർത്താവെ നീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ എന്ന് ചോദിച്ചു, നീ വരാൻ പറഞ്ഞു, എന്ത് ചെയ്തു? വെള്ളത്തിന്മേൽ നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ നമ്മളെപ്പോലെ തന്നെയുള്ള പത്രോസ് അവിടെ പ്രത്യക്ഷപ്പെടും. നമുക്ക് തുല്യനായ പത്രോസ്. നാം വാസ്തവത്തിൽ പഠിച്ചാൽ പത്രോസിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. നമ്മളുടെ അവസ്ഥയൊക്കെ തന്നെ ഇദ്ദേഹം കാണിക്കും. ഒരു എടുത്തുചാട്ടം എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഇദ്ദേഹത്തിനുണ്ട്. ഉത്സാഹം കൊണ്ട് ചാടിക്കറി അങ്ങനെ പറയും, പിന്നെ അതുകൊണ്ട് നടക്കത്തുള്ളൂ. ഇതൊക്കെ നമ്മളിലും കാണിക്കുന്ന നമുക്കും പറ്റുന്ന അബദ്ധങ്ങളോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതോടെ നിൽക്കണം. ഞാൻ പറഞ്ഞത്, ഈ ബാല്യക്കാരത്തിന് മുമ്പിൽ ഞാനവനെ അറിയുന്നില്ല എന്നാണ്. ഇതെല്ലാം കർത്താവിൻ്റെ നാമം നിഷേധിക്കുന്ന ഉദാഹരണങ്ങളാണ്. നാം ഇന്ന് നോക്കിയാലും എല്ലാം നമുക്ക് അനുകൂലമായപ്പോൾ നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ കൂടുവാൻ, കർത്താവിൻ്റെ നാമത്തിൽ പാട്ടുപാടുവാൻ ഒക്കെ നമുക്ക് പറ്റും. പക്ഷെ ഇന്ന് നാം ഓർക്കണം, ഇറാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പാസ്റ്ററുടെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം ഒറ്റ കാര്യം ചെയ്താൽ മതി. അദ്ദേഹം വധിച്ചിട്ടില്ല, വധിച്ചായിട്ട് ഇതുവരെ ന്യൂസ് വന്നില്ല. വധശിക്ഷയ്ക്ക് വേണ്ടി അതിങ്ങനെ ഹോൾഡ് ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. എനിക്കറിഞ്ഞുകൂടാ. ഇനിമേ ആ സംഭവത്തിൽ നിന്നും അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു. എന്ത് ചെയ്തിരുന്നെങ്കിൽ തള്ളി പറഞ്ഞാൽ മതിയായിരുന്നു. വേറെ പക്ഷെങ്കിൽ ആ വിഷയത്തിന്മേൽ അദ്ദേഹം ആ മുസ്ലിം രാജ്യത്ത്, പ്രത്യേകിച്ച് ഫണ്ടമെന്റൽ മുസ്ലിംസിന്റെ നടുവിൽ ആ മനുഷ്യൻ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നത് നാം കാണേണ്ട കാര്യമാണ്. ഈ വാച്ച്മാൻ നീ എന്ന് പറയുന്ന, ഞാൻ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന തീരുകയാണ്. വാച്ച്മാൻ നീ എന്ന് പറയുന്ന ചൈനീസ് മിഷണറി ആയിരുന്ന ദേവദാസൻ ചൈനയിലെ സഭകളെക്കുറിച്ച് എഴുതിയിരുന്നു. ചൈനയിലെ ഒളിവ് സഭകളെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ വളരെ നാൾ മുമ്പ് വായിച്ച ഒരു പുസ്തകത്തിൽ നിന്ന് ഉള്ള ഭാഗമാണ്. അവിടെ ഒളിവ് സഭയിൽ ആരാധന നടക്കുമ്പോൾ ചൈനീസ് പോലീസിന് അറിവ് കിട്ടി ആരാധന നടക്കുന്നു എന്നുള്ളത്. ചൈനീസ് പോലീസ് അവിടെ ചെന്നിട്ട് തോക്കുമായിട്ട് കാവൽ നിന്നു. അതിനുശേഷം ഒരു വേദപുസ്തകത്തിൽ തുപ്പിയിട്ട് അവർ തന്നെ ആദ്യമായിട്ട് തുപ്പിയെടുത്ത് വേദപുസ്തകം വാതിൽക്ക് വെച്ചു. അതിനുശേഷം സഭയോട് ആവശ്യപ്പെട്ട് സഭയ്ക്കകത്തിരുന്ന മുറിയിലിരുന്ന ആളുകളോട് പറഞ്ഞു, ഇറങ്ങിപ്പോകുമ്പോൾ ഓരോരുത്തർ ഈ പുസ്തകത്തിൽ തുപ്പിയിട്ട് ഇറങ്ങിപ്പോയാൽ വെടിവെക്കത്തില്ല, അല്ലെങ്കിൽ ഓരോന്നിനും വെടിവെക്കും. തുപ്പാൻ വിസമ്മതിക്കുന്ന, ഈ ബൈബിളിലേക്ക് തുപ്പുവാൻ വിസമ്മതിക്കുന്ന ആളിനെ അന്നേരം വെടിവെക്കും. ഈ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നവർ ഇറങ്ങിപ്പോയപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി എല്ലാവരും തുപ്പി. വളരെ ദുഃഖകരമായ രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുകയാണ്. ആർക്കും ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. ഒളി സങ്കേതത്തിൽ ആരാധിച്ചവരാണ്. എന്നാൽ ഈ കൂട്ടത്തിൽ വന്ന ഒരു പെൺകുട്ടി, അവൾ ഈ പുസ്തകത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവൾ ഈ പുസ്തകം വാരിയെടുത്ത് മാറാടണച്ചു എന്നാണ് വാച്ച്മാൻ എഴുതിയിരിക്കുന്നത്. ആ പെൺകുട്ടി പറഞ്ഞു, ഇതെൻ്റെ കർത്താവിൻ്റെ പുസ്തകമാണെന്ന് പറഞ്ഞ് അതിനെ ചുമ്മിച്ചു. ആ ക്ഷണത്തിൽ അവളെ വധിച്ചു. ഇതൊക്കെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന, കർത്താവിന് വേണ്ടി ആത്മാർത്ഥമായി നിൽക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കഷ്ടം അനുഭവിക്കുന്ന ദൈവമക്കളുടെ ഇടയിലെ സാക്ഷ്യങ്ങളാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെയും പിതാക്കന്മാർ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തോലിക സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഭവനത്തിലെ യാതൊരു ഓഹരിയും കൊടുക്കുകയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ചരിത്രമുണ്ട്. വീടുമായുള്ള ബന്ധം വിച്ഛേദിപ്പിക്കപ്പെട്ടതായ അനുഭവങ്ങളുണ്ട്. എന്തിന് വിവാഹ സദ്യകളിലും മറ്റും വന്നിരുന്നപ്പോൾ ഇല വലിച്ച് എഴുന്നേൽപ്പിച്ചു വിട്ടതായ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ യോഗ്യമായി കരുതിയ ഒരു കൂട്ടം ദൈവദാസന്മാർ അന്നുണ്ടായിരുന്നു. അവരതിൻ്റെ ഒന്നും മുമ്പിൽ പതറിയില്ല എന്ന് നമ്മൾ ഓർക്കണം. അതിൻ്റെ മുമ്പിലൊന്നും പതറിയില്ല. കാരണം അപമാനം സഹിച്ചു. യേശു ക്രിസ്തുവിനെ ഓർത്ത്, നസ്രായനായ കർത്താവിനെ ഓർത്ത് അവർ അപമാനം സഹിച്ചു എന്നുള്ളതാണ്. ഓർക്കണം, ഒരു സദ്യയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കൊണ്ട് ഇലയിട്ടു ഉപ്പും വിളമ്പിയതിനു ശേഷം അടുത്ത വിളമ്പുകാരൻ വരുമ്പോൾ, നീ ഇവിടെ വന്നിരിക്കുന്നോ എന്ന് ചോദിച്ചാൽ ഇല വലിക്കുന്നെങ്കിൽ എന്തൊരു രംഗമാണെന്ന് നമ്മൾ ഓർക്കണം, എന്തൊരു അനുഭവമാണത്. എന്നാൽ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞു
വയറു നിറയെ ആഹാരം കിട്ടി എന്നുള്ള പ്രതീതിയോടുകൂടി എഴുന്നേറ്റ് പോയി സ്തോത്രം പറഞ്ഞ് എഴുന്നേറ്റ് പോവുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതുപോലെ ദർശനമുള്ളവരെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങൾ എവിടെയാണ് നമുക്ക് തന്നെ പരിശോധിക്കും. അപ്പോൾ നീ എൻ്റെ നാമം നിഷേധിച്ചില്ല എന്നുള്ളതാണ്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നീ ഒരു ചെറിയ കൂട്ടായ്മ, നിന്റെ സഭ ഒരു ചെറിയ കൂട്ടമാണ്, ഒരു ചെറിയ കൂടിവരവാണ് നിന്റെ സഭ. എന്നാൽ നീ എൻ്റെ വചനം കാക്കുന്ന സഭയാണ്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നിന്റെ കൂടിവരവ് വളരെ ചെറുതാണെങ്കിലും ദൈവവചനത്തിന് നീ വില കൊടുക്കുന്ന സഭയാണ്. നീ ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തുന്ന സഭയാണ്. ദൈവവചനത്തെ ആഴമായി സ്നേഹിക്കുന്ന സഭയാണ്. ദൈവവചനത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന സഭയാണ്. അതവിടെ കൊണ്ട് നിന്നില്ല. നീ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ, ഇവിടെ അടുത്ത വാക്യങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ കാണാം, ഇവരും കഷ്ടതയുടെ നടുവില്ല. അല്ലാതെ കഷ്ടതയില്ലായ്മയൊന്നുമില്ല ഫിലദൽഫിയ സഭയിൽ. കാരണം റോമൻ ഭരണകൂടത്തിന്റെ കാലഘട്ടമാണിതല്ല. സഭകൾക്കെല്ലാം കഷ്ടതയും പീഡനവുമുണ്ട്. അതിൻ്റെ നടുവിൽ നീ എൻ്റെ നാമം നീ എന്ത് ചെയ്തില്ല, എൻ്റെ നാമം നീ നിഷേധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ നാമം നിഷേധിക്കാതെ കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ച ഒരു സഭയായിരുന്നു ഫിലദൽഫിയ സഭ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. നാം ഏതവസ്ഥയിലാണ് ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി വില കൊടുക്കുവാൻ, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി വിശ്വസ്തത പുലർത്തിക്കൊണ്ടോ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമോ എന്നുള്ളതാണ്. നമ്മൾ അല്ലാതെ ഫിലദൽഫിയ സഭയെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാനല്ല. ഈ വിഷയത്തിന് മുമ്പിൽ നാം ഇരിക്കുമ്പോൾ കർത്താവ് എൻ്റെ അവസ്ഥ എന്താണ്, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ സഭയുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ കൂടിവരവുകളുടെ അവസ്ഥ എന്താണ്, നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ്, നമ്മുടെ ആത്മീയ ഗോളം എന്താണ്, എല്ലാം നന്നാക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് നമ്മളെ നന്നാക്കുവാനെങ്കിലും നമുക്ക് കഴിയും. ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തുവാൻ ഞാൻ ബാധ്യസ്ഥനാണെന്നുള്ള ചിന്ത കുറഞ്ഞ പക്ഷം നമുക്കെങ്കിലും ഉണ്ടാകണം. വചനത്തിന് മുമ്പിൽ ഇരിക്കുവാൻ, വചനം പഠിക്കുവാൻ, വചനം ശോധന ചെയ്യുവാൻ സമയം നാം കണ്ടെത്തി വചനം ഭക്ഷിക്കാൻ. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, ഏതെങ്കിലും സാഹചര്യം കർത്താവിനെ ഉയർത്തുവാൻ നമുക്ക് ലഭിച്ചാൽ കർത്താവിനെ നിഷേധിക്കുന്നതിന് പകരം ഉയർത്തുവാൻ നാം ശ്രമിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവമായ കർത്താവ് രാത്രികാലം നമ്മളെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ വേലയിൽ നമുക്ക് മുന്നേറാം. കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ചു നിൽക്കാം. കർത്താവിന്റെ വചനത്തിന്റെ ഘോഷണത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. അതിന്റെ മാന്യതയ്ക്ക് വേണ്ടി, കർത്താവിന്റെ വചനത്തിന്റെ തികവിന് വേണ്ടി അതിൻ്റെതായ പ്രാമുഖ്യത നൽകിക്കൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മളോടുകൂടി ഇരിക്കുമാറാകട്ടെ.